തെരഞ്ഞെടുപ്പ് ഫലം LDFന് കൂടുതൽ കരുത്തു പകരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ ജനവിശ്വാസം കുറഞ്ഞിട്ടാണോ ചേലക്കരയിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനായതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സാദിഖ് അലി തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെയാണ് വിമർശിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. CPIM കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾ എത്ര കണ്ട് LDFനൊപ്പം നിൽക്കുന്നു എന്ന് തെളിയിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചേലക്കരയിൽ LDF വോട്ടുകൾ വർദ്ധിച്ചു. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനായി. പാലക്കാട് LDFന് വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. BJP വലിയ തോതിൽ പുറകോട്ട് പോയി. LDFന് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDFനെ നല്ല രീതിയിൽ അംഗീകരിക്കുന്ന നിലപാടാണ് പൊതുവേ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. LDFന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, BJPക്ക് വലിയ തകർച്ചയുണ്ടായി. LDFന് കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് വിജയം ഉറപ്പിക്കാൻ ചേലക്കരയിൽ കഴിഞ്ഞു. പാലക്കാട് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞു. ഇത് LDFന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ ശക്തികളെ കൂടെ നിർത്തുന്നത് ഗുണം ചെയ്യുമോ എന്ന് മുസ്ലിം ലീഗ് ചിന്തിക്കണം. ഈ നിലപാട് നാടിൻ്റെ ഭാവിക്ക് ഗുണം ചെയ്യുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ജൽപ്പനങ്ങൾക്ക് മറുപടി പറയുന്നില്ല. സാദിഖ് അലി തങ്ങളെയല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനെയാണ് വിമർശിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ മതസംഘടനകളുണ്ട്. ആ മതസംഘടനകൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും എങ്ങനെയാണ് കാണുന്നത്? അവരാരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? എന്ത് താല്പര്യമാണ് അവരുമായി സഹകരിച്ചു പോകാൻ? പാണക്കാട് സാദിഖ് അലി തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. അദ്ദേഹമാണ് ലീഗിന്റെ പ്രസിഡന്റ്. സ്വാഭാവികമായും ലീഗ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് വരുന്നത്. CPIM കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റി ഓഫീസായ നായനാർ ഭവന്റെ ഉദ്ഘാടന ചടങ്ങിൽ CP മുസാഫർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, മന്ത്രി PA മുഹമ്മദ് റിയാസ്, ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, A പ്രദീപ് കുമാർ, ബാബു പറശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.